ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. സമ്മിശ്ര കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന ഇടുക്കി ഉപ്പുതറയിലെ കർഷകയായ ശ്രീമതി ഉഷ സോമന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. നമ്മോടൊപ്പം ഇന്നുള്ളത് ഉഷ സോമൻ കളരിക്കൽ എന്ന സമ്മിശ്ര കർഷകയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക അനുഭവങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ഉഷ ചേച്ചി. എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു? ഞാനൊരു 40 വർഷത്തിന് മേളിലായി ഈ കൃഷിയായിട്ട് പോകുന്നുണ്ട്. ഉപ്പുതറ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ട്? 37 വർഷം. ഇവിടെ വന്നിട്ട് 37 വർഷം. ഈ 37 വർഷവും കൃഷി ചെയ്യുന്ന ഒരാളാണ്. എന്തൊക്കെ തരം കൃഷികളാണ് ചെയ്യുന്നത്? കൃഷി എന്ന് പറഞ്ഞാൽ ഏലമുണ്ട്, കാപ്പി, കൊടി, വാനില, തെങ്ങ്, പിന്നെ ഇടവിള കൃഷികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാത്തരം കൃഷികളും ചെയ്യുന്ന ഒരാളാണ്. കൃഷികളും ചെയ്യുന്ന ഒരാളായിരുന്നു. പച്ചക്കറി കൃഷി അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ വേനൽ കടുത്തതോടുകൂടി വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ വന്നപ്പോൾ പച്ചക്കറി നമുക്കിപ്പം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിലും മഴക്കാലത്തോടുകൂടി നമ്മൾ തുടങ്ങും. ഈ 37 വർഷം മുമ്പ് കൃഷി തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യകാലം മുതൽ നമ്മൾ കൊടി, കാപ്പി അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന, ഏലം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത്തെ ഒരു കൃഷിരീതിയും ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള ഇവിടുത്തെ ഒരു കാലാവസ്ഥയൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് സമയങ്ങളിൽ മഴയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കാലാവസ്ഥ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത്. കാരണം വെയിലാണ് നമുക്ക് കൂടുതൽ. അത് ഏലത്തിനെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് കൃഷി നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ വർഷമാണ് ഇത്രയും കൂടുതൽ. ഈ വർഷമാണ് നമ്മളിൽ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വെയിൽ, കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ നാടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏലം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് ഏതിനം ഏലമാണ് ചെയ്യുന്നത്? ഏലം നമ്മൾ ഞെള്ളാണി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് കണിപറമ്പൻ എന്ന് പറയുന്ന ഒരു ഏലമാണ്. അത് ഇവിടെ ആർക്കും തന്നെ അങ്ങനെ ഇല്ല. ഞാനൊക്കെ ചെയ്യുന്നത് ഈ കണിപറമ്പൻ ഏലം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ നമുക്കത് ആദായം എടുക്കാൻ പറ്റുന്ന, എനിക്കിപ്പോൾ 1 വർഷമായ കണിപറമ്പൻ ഏലം ഉണ്ട്. അത് നമ്മളിപ്പോൾ 2-3 വിളവെടുത്ത് കഴിഞ്ഞു. പിന്നെ ഉണക്കിനെ പ്രതികരിച്ച് നിർത്തുന്ന ഒരു ഏലമാണ് കണിപറമ്പൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ചെമ്പിന് വില കൂടുതലാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഏലത്തിൽ നിന്ന് നമുക്ക് ശരാശരി നല്ല കാഫലം കിട്ടും. കേട് കുറവാണ്. ഞെള്ളാണി എന്ന് പറയുമ്പം അതിന് കേട് കൂടുതൽ. വേനലിനെ പിടിച്ചു നിർത്താൻ അതിന് പറ്റത്തില്ല. കണിപറമ്പിന് പിടിച്ചു നിൽക്കാൻ 100% നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നുണ്ട്. ഉണ്ട്. എങ്ങനെയാണ് ഒരു ഏലം നട്ട് പരിപാലിക്കുന്നത്? അതിന്റെ രീതി ഒന്ന് പറയാമോ? ഏലം നട്ട് പരിപാലിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് ഏലം നടുവാണെങ്കിൽ ഒരു 400 മൂട് ഏലം അങ്ങേയറ്റം നടാം. അതായത് 8 അടി അകലം അങ്ങനെ വെച്ച് നമ്മൾ കുഴിയെടുത്ത് അങ്ങനെയാണ് നമ്മൾ ഏലം വെക്കുന്നത്. ഏലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് പലഘട്ടം നമ്മൾ മരുന്നുകളും വളങ്ങളും ചെയ്യണം. പിന്നെ കീടങ്ങളൊക്കെ ഉണ്ട്. ആ കീടങ്ങളെയൊക്കെ നമ്മൾ തുരത്തണം. എന്നാലേ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. ഞെള്ളാണി എന്ന് പറയുന്ന ഒരു സംഭവം 2 വർഷം ആകുമ്പോഴേ നമുക്കത് കായ്ച്ചു തുടങ്ങും. അന്നേരത്തേനും തന്നെ നമുക്ക് നല്ല ശതമാനം അതിന് മുടക്ക് വരും. പിന്നെ ഇപ്പോൾ ജോലിക്കാർക്ക് കൊടുക്കുന്നതും നമ്മൾ മരുന്നും വിപണിയിൽ നിന്ന് മേടിക്കുന്ന മരുന്നും വളങ്ങളും എല്ലാം അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ അനുഭവത്തെ വന്നു കഴിയുമ്പം ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ നമുക്ക് തിരിച്ചടിയാണ്. ഇത്രയും ഇതിലേക്ക് പൈസ മുടക്കിയിട്ട് ചെടി നശിച്ചു പോകുമ്പോൾ നമുക്കതൊരു തിരിച്ചടിയാകും. ഈ ഏലത്തിന് നമുക്ക് വെള്ളം അടിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിൽ കുഴൽക്കിണർ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം വറ്റി വരണ്ട. പിന്നെ വെള്ളം ഉള്ളിടത്തുനിന്ന് വിലയ്ക്ക് കൊണ്ടുവന്നൊക്കെ ഇപ്പം വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. കണിപ്പറമ്പിനും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണിപ്പറമ്പ് പരമാവധി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. ജൈവ രീതിയിലുള്ള കൃഷിയുണ്ട്. ജൈവ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവ വളങ്ങൾ കിട്ടാനുണ്ടല്ലോ. നമ്മളത് മേടിച്ച്
ചെയ്യുന്നുണ്ട്. തണ്ടുപുരപ്പനൊക്കെ പോലുള്ള കീടങ്ങൾക്ക് വേണ്ടി കീടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ സർക്കാർ നമുക്ക് അതിന് ഉള്ള മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. ഉണ്ട്. പിന്നെ ഉള്ളത് കുരുമുളക് കൃഷിയാണ്. കുരുമുളക് കുരുമുളക് നമ്മൾ നീലമുണ്ടിയുണ്ട്, കരിമുണ്ടയുണ്ട്, പന്നിയൂർ വണ്ണ്, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം കുരുമുളകും ചെയ്യുന്നുണ്ട്. എല്ലാത്തരം കുരുമുളകും നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. കുരുമുളകിന്റെ ഒരു പരിപാലനവും അതിന്റെ ചെലവും കുരുമുളകിന്റെ ചെലവെന്ന് പറയുമ്പോൾ നമുക്ക് കുരുമുളക് വർഷത്തിലൊന്ന് കിട്ടുന്ന ആദായമാണ്. അതിനെ നമ്മൾ തൈ നട്ട് പിന്നെ അതിന് വേണ്ടുന്ന വളങ്ങളെല്ലാം നമ്മൾ കൊടുത്ത് പരിപാലിച്ച് ഏകദേശം ഒരു 2 വർഷം കഴിയുമ്പോൾ നമുക്കത് ചെറിയ തോതിൽ നമുക്ക് ആദായം കിട്ടും. ഇപ്പോഴത്തെ ഒരു വില വെച്ച് നമുക്ക് കുരുമുളക് കൃഷി നമുക്ക് നഷ്ടമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ലാഭകരമാണ് കുരുമുളക് കൃഷി, ലാഭകരം. ദ്രുതപാട്ടം അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ നമ്മൾ അതിനെ കണ്ടുപിടിച്ച് നമ്മൾ മരുന്നുകൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൊടിക്കൃഷിയിൽ ലാഭകരമാണ്. നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കിട്ടാറുണ്ട്. കൊടിത്തൈകൾ തരാറുണ്ടായിരുന്നു. കന്നുകാലി അങ്ങനെ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? കന്നുകാലി കൃഷി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം 10 വർഷമായിട്ട് നിർത്തിയിരിക്കുക. കന്നുകാലി കൃഷി കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ലാത്ത രീതി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇതുങ്ങൾക്കെല്ലാം ഒരു വസന്ത പോലെ വന്നു. അപ്പോൾ കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് പേരുടെ പശുക്കളൊക്കെ ചത്തുപോയി, തളർന്നു വീണു. അപ്പം അതോടുകൂടി ഞാനത് നിർത്തിയതാണ്. വേറെ കോഴി അങ്ങനെ എന്തെങ്കിലും? കോഴി ഇപ്പം വലിയ രീതിയിലില്ല, എങ്കിലും 4 കോഴി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗത്തിന് മാത്രം, 2 താറാവ് അങ്ങനെയുണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ആട് കൃഷി ഉണ്ടായിരുന്നു. എനിക്ക് 10-28 ആടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. മൃഗം വളർത്തി നമുക്ക് ഓരോരോ രോഗങ്ങൾ മൃഗങ്ങളിൽ കൂടെ ഇങ്ങനെ വരുക. രോഗങ്ങൾ ഉണ്ടായിരുന്നോണ്ട് നമുക്കിതെല്ലാം കൂടെ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതൊക്കെ നിർത്തി. എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? ഇപ്പം എനിക്ക് സ്വന്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3/4 ഏക്കർ അടുത്ത സ്ഥലമുള്ളൂ. പിന്നെ എനിക്ക് 2 റെന്റിനെടുത്ത് പാട്ടത്തിനെടുത്ത് നമ്മൾ അങ്ങനെ ഞങ്ങൾക്ക് 3.5 ഏക്കർ മൊത്തം 3.5 ഏലത്തോട്ടമാണ്. ഏറ്റവും കൂടുതൽ ഏലമാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഏലം. ബാക്കി ഈ പറയുന്ന കുരുമുളകൊക്കെ സമ്മിശ്ര ഇതിനിടെ വഴി സമ്മിശ്രം കുറേശ്ശെ ഉണ്ടായിരുന്ന എല്ലാം പോയി ഇപ്പം പിന്നെ തൈ ഇട്ടിട്ടുണ്ട്, നട്ടുവെച്ചിട്ടുണ്ട്. പിന്നെ വലിയ കൊടികൾ നിൽപ്പുണ്ട്. കാപ്പി കൃഷി എങ്ങനെയാണ്? കാപ്പി കൃഷി അധികമില്ല, എങ്കിലും ഉള്ളത് നന്നായിട്ട് പോകുന്നുണ്ട്. അത് ന്യായം വിലയുണ്ട്. പിന്നെ അതിന് വേറെ വലിയ പണിയൊന്നുമില്ല. ആദായം നമുക്ക് കിട്ടുന്നുണ്ട്. ആദായം നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ശരാശരി അതിപ്പോ ഇടവിളയായിട്ടാണ് നിൽക്കുന്നത്. അതെ, ഇടവിളയായിട്ട്. അത് ഏതിനം കാപ്പിയാണ്? അത് റോബസ്റ്റായും ഉണ്ട്, മേട്ട് കാപ്പി, 2 ഇനം ഉണ്ടല്ലേ. കാപ്പി നമ്മുടെ ആദ്യകാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു കൃഷി തന്നെയാണല്ലോ അല്ലേ? നമ്മുടെ ഈ ഒരു മേഖലയിൽ ഇപ്പൊ കാപ്പി കൃഷി കുറഞ്ഞു വരുന്നുണ്ട്. കാരണം എല്ലാവരും തന്നെ ഏലകൃഷിയിലേക്ക് പോവുകയാണ്. കാപ്പി നശിപ്പിച്ചിട്ടാണ് എല്ലാവരും തന്നെ കാപ്പി ഉപേക്ഷിച്ചിട്ട് ഏലകൃഷിയിലേക്ക് പോകുന്നുണ്ട്. ഈ ഏലകൃഷിയിലേക്ക് പോകുന്നതിന്റെ കാരണം വർഷത്തിൽ ഒരു 5-6 ആദായം അനുഭവത്തെ വരുന്നുണ്ട്. നമുക്ക് 10 രൂപ നമ്മുടെ കൈ കിട്ടുന്ന അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ആളുകള് ഈ കാപ്പി കൃഷി ഉപയോഗിച്ചോണ്ടാവും ഇത്ര വില കൂടാനുള്ള കാരണം. അതെ. വാനില കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. വാനില കൃഷി 8-10 മൂട വാനിലയുണ്ട്. അത് ആയി വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ പരാഗണമൊക്കെ നമ്മൾ തന്നെ ചെയ്യും. വാനില 8-10 മൂടേ ഉള്ളൂ, നട്ട് വളർത്തി വരുന്നതേ ഉള്ളൂ. അതിനെ വിപുലീകരിക്കണമെന്നൊരു നേരത്തെ മുതൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, 1 വർഷമായതേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യേണ്ട രീതികളൊക്കെ എങ്ങനെയാണ്? പരാഗണത്തെ കുറിച്ചൊക്കെ നമുക്ക് പഴയ ആൾക്കാർ ചെയ്തിരിക്കുന്നതൊക്കെ കണ്ട് നമുക്ക് അറിയാം. കായ്ക്കുമ്പോൾ നമ്മൾ ചെയ്യും. അതിന്റെ വിളവെടുക്കാനുള്ള സമയമായി തുടങ്ങിയോ? വാനില വിളവെടുക്കാൻ 2 വർഷം ആകണം ഇത് കായാകണമെങ്കിൽ. അപ്പൊ അത് കായായി കഴിഞ്ഞാലേ അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റും. തെങ്ങ് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ പ്രദേശത്ത്. തെങ്ങുണ്ട്. എനിക്ക് 10-14 മൂട് കായ്ക്കാറായി വരുന്ന തെങ്ങുണ്ട്. കായ്ച്ച ഒരു തെങ്ങുണ്ട്. എത്ര വർഷമായി ഇപ്പൊ നട്ട് കഴിഞ്ഞിട്ട്? ഇപ്പൊ നട്ടിട്ട് 8 വർഷം കഴിഞ്ഞു. 8 വർഷമായി. ഇപ്പൊ കായ്ക്കാറായി വരുന്നല്ലേ? അതിന്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ്? അത് പിന്നെ നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ആയേനെ. അപ്പൊ അതിന് യഥാസമയത്ത് നമ്മൾ തടം വെട്ടി പച്ചില വളവും അല്ലാതെ ഉള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കവളിലും നമ്മൾ മടലിടിച്ച് എല്ലാം ഒരുക്കി വൃത്തിയാക്കി അങ്ങനെ വേണം നമ്മൾ തെങ്ങ് പരിപാലിക്കാനേ. ചെയ്യുവാണെങ്കിൽ നമുക്ക് 8-10 വർഷം കൊണ്ട് കായ്ക്കാം. ഇനിയിപ്പം 2 വർഷം കൊണ്ട് കായ്ക്കും. ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഓരോ സീസണിലായിട്ടാണ് ചെയ്യുന്നത്. സീസണിൽ ചെയ്യുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഏത് സമയത്ത് വേണേലും പച്ചക്കറി കൃഷി ചെയ്യാം. പിന്നെ വെള്ളീച്ച ശല്യമാണ് കൂടുതലായിട്ട് നമ്മൾ പച്ചക്കറിയെ കണ്ടുവരുന്നത്. നമ്മൾ നട്ടൊരു ഇലയുമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും പൂവൊക്കെ ആയി വരുമ്പോഴത്തേനും ഉണ്ടല്ലേ വെള്ളീച്ച ശല്യം. ചൂടിനെ നമുക്ക് എത്ര വെള്ളം ഒഴിച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും ഈ സീസണിൽ
പച്ചക്കറി നമുക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും പറ്റുന്നില്ല. അല്ലേ? ഞങ്ങൾക്ക് പയറും പാവലും പച്ചക്കറി എല്ലാ ഇതുണ്ടായിരുന്നു, മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല കൃഷി ചെയ്ത്, അതായത് ഏപ്രിൽ മാസത്തിൽ നല്ല ഒരു തൈ നട്ട് നമുക്ക് ഇപ്പം നല്ലൊരു വിളവെടുപ്പിന്റെ സമയം വരേണ്ടതാണ്. ഇപ്പൊ ഈ നമ്മുടെ ഈ കാലാവസ്ഥ വേനൽ മഴയൊന്നും കിട്ടാഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ യോജിക്കുന്നില്ല. ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇനി ചെയ്യും. ഇനി കൃഷി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ഏതൊക്കെ ഇനം പച്ചക്കറികളാണ് ചെയ്യാറുള്ളത്? പച്ചക്കറികൾ നമ്മൾ 18 മണിയും പയർ ചെയ്യും, ബീൻസ്, പാവല്, കോവല്, വഴുതന, പച്ചമുളക്, അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുമാതിരി തക്കാളി എല്ലാ ഇനങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ വിത്തുകളൊക്കെ കൃഷിഭവനിൽ നിന്നാണോ അതോ കൃഷിഭവനിൽ നിന്ന് കിട്ടുമായിരുന്നല്ലേ? ഒരു വീട്ടമ്മയ്ക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു അടുക്കളത്തോട്ടം എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ഒരു ചെറിയൊരു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പോലും ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവിടെ ചെയ്യാൻ പറ്റിയ കൃഷി ഏതൊക്കെയാണ്? നമ്മളൊരു ചെറിയ അടുക്കളത്തോട്ടം എന്ന് പറയുമ്പം നമ്മൾ പച്ചമുളക്, ചീനി, അതുപോലെ തക്കാളി, വെണ്ട, വഴുതന, അങ്ങനെയൊക്കെയുള്ള ഒരു 5 സെൻറ്റിൽ നമ്മളത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് പുറത്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും. ഇതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം, എല്ലാവരും പരിശ്രമിക്കണം, എന്നെ പോലെ തന്നെ. ഉണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെ സ്വയം മുന്നോട്ടിറങ്ങണം. നമ്മൾ മുന്നോട്ടിറങ്ങിയാലേ അതിൽ കാര്യമുള്ളൂ. നമുക്കിപ്പോ ഈ 3.5 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് തൊഴിലാളികളെ ആവശ്യം വരാറുണ്ടോ? നമ്മളിപ്പം കണിപറമ്പനേലം നട്ട് 1000 മൂട് ഉണ്ട്. ഈ 1000 മൂട് ഞാനും മോനും മോളും എല്ലാം കൂടി നമ്മൾ ഇതുവരെ ആരെയും നിർത്താതെ തന്നെ, പിന്നെ ഇതിന് മണ്ണിടാനൊക്കെ ആയിട്ട് മാത്രം നമ്മളൊരു ജോലിക്കാരനെ വെച്ചതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും. വെള്ളം നനച്ചു കൊടുക്കുന്നതെല്ലാം ഇപ്പം തന്നെയാണ്. ഇനിയിപ്പം നമ്മുടെ സീസൺ ആയി കഴിയുമ്പോൾ കായ എടുക്കാനും മറ്റു പണികൾക്കൊക്കെ നമുക്ക് ആള് വേണം. അപ്പൊ അതിനുള്ള ആളുകളൊക്കെ ഇവിടെ കിട്ടാറുണ്ടോ? ജോലിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളും ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ എല്ലാം തൊഴിലാളികളാണ് നമ്മുടെ മേഖല കിട്ടാനായിട്ടുണ്ട്. ഈ ഏലത്തിന് അഴുകലൊക്കെ പോലുള്ള അഴുകലുണ്ടാവുന്നുണ്ട്. അതിന് നമ്മൾ അഴുകൽ കാണുമ്പോൾ നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കും, അല്ലാതെ ഈ ബോഡ മിശ്രിതം അടിച്ചു കൊടുക്കും. അപ്പൊ അത് വെച്ച് നിയന്ത്രിച്ച് നിർത്താനായിട്ട് പറ്റും. പിന്നെ ഒരെണ്ണം അഴുകൽ കാണുമ്പോൾ തന്നെ നമ്മൾ അതിനെ പരിപാലിക്കുക. അത് മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്തോണ്ട് നമ്മൾ അടുത്തതിന് നമ്മൾ ഈ മരുന്ന് ചെയ്യുക, പിടിക്കാതിരിക്കാൻ. ഈ മണ്ണ് പരിശോധന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? മണ്ണ് പരിശോധന പിന്നെ നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അത് കുറച്ചായിട്ട് ചെയ്യുന്നു. ഈ പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് അങ്ങനെയുള്ള ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? വിള ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വാഴ കൃഷി ഉണ്ടായിരുന്നു. വാഴ പാട്ടം എടുത്തായിരുന്നു. അപ്പോൾ ഒറ്റ കാറ്റില് 2018 ഒരു ഭയങ്കര കാറ്റും മഴയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ 900 വാഴ നിശേഷം പോയി കഴിഞ്ഞപ്പോൾ നമുക്കതിന് ആനുകൂല്യം കിട്ടിയായിരുന്നു. ഇങ്ങനെയുള്ള ഇൻഷുറൻസ് സ്കീമൊക്കെ കർഷകർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. നമ്മുടെ ഈ പുതിയ തലമുറയിലുള്ള ആളുകളൊക്കെ കൃഷിയിലേക്ക് വരുന്ന ആൾക്കാരെണ്ണം കുറവാണ്. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് അവർ കൃഷിയിലേക്ക് വരണം. കാരണം അവരുടെ ഭാവിക്ക് നല്ലതാണ്. കാരണം എത്രയാണെന്ന് പറഞ്ഞാലും കൃഷി പോലൊരു ജീവിതത്തിൽ നമുക്കൊരു അനുഭവം വേറൊന്നും പറയാനില്ല. നമുക്കിപ്പോൾ ഒരു മാസം ശമ്പളം കിട്ടുന്നു, നമ്മളത് ശമ്പളം പിന്നെ വാങ്ങിക്കുന്നു, അന്നത്തെ കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ വീണ്ടും നമ്മൾ ജോലി ചെയ്തു പൈസ വാങ്ങിക്കുന്നു, വീണ്ടും അത് തന്നെ. നമുക്കൊരു 10 ദിവസം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് കൃഷിയാണെങ്കിൽ ഇത് നമുക്കെങ്കിലും ഇത്ര ഉണ്ടല്ലോ, നമുക്കതൊരു മുതലാണ്. എല്ലാവരും കൃഷിയിലേക്ക് തന്നെ വരണം. പറ്റുന്നത് ഒരുപാട് ആളുകൾ വരാത്തതിന്റെ കാരണം കൃഷി ലാഭകരമല്ല, വരൾച്ച പോലെ പ്രശ്നങ്ങളൊക്കെ ഇതില് നമ്മൾ കാലത്തിനൊത്ത് നീങ്ങണം. ഇപ്പം നമുക്ക് ഇത് വെയിലാണ്, ഏലമെല്ലാം നശിച്ചു പോകുന്നു, എന്നാൽ ഇനി ഇത് വേണ്ട, നാളെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പദ്ധതിയിലേക്ക് പോകാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ആ ചിന്താഗതി മാറ്റി വെച്ചോണ്ട് അടുത്തതും ഇതേ രീതിയിൽ തന്നെ പോകണം. കാരണം കാലം എന്തും നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കത്തില്ലല്ലോ. അല്ലേ? അപ്പോൾ ഈ ഒരു 37 വർഷത്തെ ഒരു കാർഷിക അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ഇതാണ്. നമ്മൾ ഒരു ചീനിയാണ് വെക്കുന്നതെങ്കിൽ പോലും ആ ചീനിയിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടും. അല്ലാതെ നമ്മൾ വേറെ അന്നന്ന് നമ്മൾ എവിടെയെങ്കിലും പോയി ജോലി ചെയ്തിട്ട് 10 രൂപ കിട്ടി അതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ നോക്കുമ്പോൾ അന്നത്തെ ജീവിതം നടക്കത്തുള്ളൂ. അങ്ങനെ എല്ലാവരും അങ്ങനെ ചിന്തിക്കത്തില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും കൃഷി കൊണ്ട് മുന്നോട്ട് പോകാൻ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യം കൂടിയാണ്. പിന്നെ നമുക്ക് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറകൾക്ക്, ഇപ്പം എൻ്റെ ഇതല്ല, എൻ്റെ അവരുടെ മക്കളുടെയൊക്കെ തലമുറകൾക്ക് ഈ കൃഷി ഒരു നല്ലൊരു പാഠമാണ്. ഏലക്ക ഉണങ്ങി സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണങ്ങാൻ നമുക്ക് വേറെ പുറത്ത് സ്റ്റോറി കൊടുത്താണ് ഉണങ്ങുന്നത്.
ഇതിന്റെ വിപണി സാധ്യതയൊക്കെ നമുക്ക് ഈ ഉപ്പുപാറ മേഖലയിൽ തന്നെ വിൽക്കാൻ പറ്റുന്നുണ്ടോ? അതോ വിപണി ഉപ്പുതറയിൽ തന്നെ വിൽക്കാൻ പറ്റും. വിൽക്കാൻ പക്ഷെ പറ്റുന്നുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന വിലയൊന്നും കിട്ടത്തില്ല. വില കുറവാണ്. പിന്നെ നമ്മളിത് എത്രയാന്ന് പറഞ്ഞാലും പെട്ടെന്ന് നമ്മൾ ഇച്ചിരിയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഇവിടങ്ങളിലൊക്കെ കൊടുക്കും. കച്ചവടക്കാരുണ്ടല്ലോ. അപ്പോൾ ഇതിനേക്കാട്ടിലും ഒക്കെ നല്ലത് നമ്മൾ ഒരു CR എടുത്തിട്ട് നമ്മൾ ഓപ്ഷനിൽ വെക്കുക. ഓപ്ഷൻ വെക്കുന്നതാണ് നല്ലത്. വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? അതോ ചെയ്യാൻ ഞാൻ പിന്നെ CR നമ്മൾ ശരിയായി കിടക്കുവാണ്. ശരിയായി അപ്പോൾ കിടക്കാം. ഈ വർഷം നമ്മൾ ഓപ്ഷനിൽ വെക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥ വില തന്നെ നമുക്ക് കിട്ടും. കിട്ടാനുള്ള സാധ്യത കൂടുതലാണല്ലേ? കിട്ടും. നമ്മൾ കാപ്പിക്കുരുവിന്റെ വിപണി നമ്മൾ ഈ തൊണ്ടുംപുറം കൊടുക്കുകയാണോ? അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തൊണ്ടുംപുറം കാപ്പിക്കുരു കൊടുത്താൽ കുഴപ്പമില്ല. തൊണ്ടുംപുറം കൊടുത്താലും അല്ല തൊണ്ട് കളഞ്ഞു കൊടുത്താലും ഇപ്പം തൊണ്ടുംപുറം കൊടുക്കുമ്പോൾ എത്ര ഇച്ചിരി വിലയിടിവ് ഇപ്പോൾ ഉണ്ട്. വിലയിടിയുണ്ട്. ഉണ്ട്. ചേച്ചി സാറിന് എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഞാൻ തൊണ്ടുംപുറം തൊണ്ടുംപുറം തന്നെ കൊടുക്കുകയാണ്. അത് നമുക്ക് ഈ മേഖല തന്നെ ഉണ്ടോ വിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ? സൗകര്യമുണ്ട്. എല്ലാ സാധനവും എടുക്കാൻ ആൾക്കാരുണ്ട്. ചേച്ചി ഈ ഒരു ഉപ്പുപാറ മേഖലയിൽ കൃഷി തുടങ്ങുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ കൃഷി ഈ കാപ്പിയും കൊടിയായിരുന്നു തോന്നുന്നു, അല്ലേ? കുരുമുളകും കുരുമുളകും കാപ്പിയായിരുന്നു. കാപ്പിയായിരുന്നു. പിന്നെയാണ് അതെല്ലാം മാറി എല്ലാവരും ഏലകൃഷിയിലേക്ക് വരുന്നത്. ഇവിടെ എൻ്റെ ഓർമ്മയിൽ ഒരു 10-20 വർഷം മുമ്പ് വരെയും എല്ലാവരും തന്നെ കൊടി, കാപ്പി അങ്ങനെയുള്ള കൃഷികളൊക്കെ. ഈ തേയിലയൊക്കെ ഈ പ്രദേശത്ത് തേയിലയൊക്കെ ഉള്ളതെല്ലാം കൊത്തിയിട്ട് ഏലമൊക്കെ വെച്ചു. ഏലം വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിലെ 2 മക്കളും മോൻ്റെ ഭാര്യ, ഇത്രയും പേര്. മക്കളും കൃഷി രീതി കൃഷിയാണ്. മോനാണ് മെയിന്. മൂത്ത മോനാണ് മെയിനായിട്ട്. അവന് 10-14 വയസ്സായപ്പം തൊട്ട് കൃഷിയിലേക്ക് മാറിയതാണ്. നല്ലൊരു കർഷകനാണ്. കാര്യങ്ങളും കൃഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, വാഴ കൃഷി, മോൻ വെച്ച വാഴയാണ്. പിന്നെ കാറ്റിപ്പോയെന്ന് പറഞ്ഞല്ലോ, അത് ഏലം, അങ്ങനെ എല്ലാ കൃഷികളും അവനാണ്. അവൻ്റെ കഴിവാണ്. ഇപ്പം വീട്ടിലെല്ലാവരും കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചാണ് ഈ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം വളരെ സന്തോഷകരമായിട്ട് കൃഷി കൊണ്ട് പോകാനായിട്ട് പറ്റുന്നു. ഇത്ര നേരം നമ്മളോട് കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചത് ഉപ്പുതറയിലെ ഒരു മാതൃകാ കർഷകയും ഏകദേശം 4 പതിറ്റാണ്ടോളം കാർഷിക മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഉഷ ചേച്ചിയാണ്. ഉഷ ചേച്ചിക്ക് കിസാൻ വാണിയുടെ പേരിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇടുക്കി ഉപ്പുതറയിലെ കർഷകയായ ശ്രീമതി ഉഷ സോമനുമായി ഇതുവരെ സംസാരിച്ചത് പി. അർജുൻദാസ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ഔഷധ സസ്യങ്ങൾ. രാമച്ചം. മലമുകളിലും കുറ്റിക്കാടുകളിലും കാണുന്ന രാമച്ച ചെടിയുടെ വേരിൽ നിന്നാണ് പൗരസ്ത്യ സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാമച്ച തൈലം ലഭിക്കുന്നത്. വിശറി ഉണ്ടാക്കാനും നറുമണം പരത്തുന്ന തട്ടികൾ നിർമ്മിക്കുന്നതിനും കുടിവെള്ളത്തിന് സുഗന്ധം ലഭിക്കുന്നതിനും രാമച്ചത്തിൻ്റെ വേര് പുരാതന കാലം മുതൽ ഉപയോഗിച്ചു വരുന്നു. സോപ്പ് നിർമ്മാണത്തിലും വാസന തൈലങ്ങൾക്കും രാമച്ചം ആവശ്യമായ ഒരു ഘടകമാണ്. മണ്ണിനടിയിലുള്ള സുഗന്ധമുള്ള ഒരു കിഴങ്ങിൽ നിന്നാണ് തണ്ട് തുടങ്ങുന്നത്. തണ്ടിൻ്റെ മണ്ണിനടിയിലെ ഭാഗമായ കിഴങ്ങിൽ നിന്ന് ധാരാളം നാരുവേരുകൾ കാണാം. വളരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ആദായം ഉണ്ടാക്കിത്തരാൻ രാമച്ചത്തിന് കഴിയും. മിക്കവാറും എല്ലാത്തരം മണ്ണിലും രാമച്ചം കൃഷി ചെയ്യാവുന്നതാണ്. അനുയോജ്യമായ ഊഷ്മാവും ഈർപ്പവും ഉണ്ടെങ്കിൽ കൂടുതൽ വേര് ലഭിക്കും. കൃഷിരീതി. മഴക്കാലം കഴിഞ്ഞാലുടൻ നടാനുദ്ദേശിക്കുന്ന ഭാഗം വൃത്തിയാക്കി മണ്ണ് നന്നായി ഇളക്കണം. വേര് വെട്ടിമാറ്റിയ ശേഷം പഴയ മൂട്ടിൽ നിന്ന് കിഴങ്ങോടുകൂടി അടർത്തിയെടുക്കുന്ന 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ചെടികളാണ് നടീൽ വസ്തു. രാമച്ചം സാധാരണ വിളവെടുക്കുന്നത് വേനൽക്കാലത്താണ്. ഈ സമയത്താണ് വേരിൽ ഏറ്റവും കൂടുതൽ തൈലം ലഭിക്കുന്നത്. വേര് പിഴുതെടുക്കുന്നതിന് മുമ്പ് ചെടികളുടെ ഇലകളും തണ്ടും 15 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ മുറിച്ചു മാറ്റണം. ചെടികളുടെ മൂട്ടിൽ നിന്ന് 60% വേര് ലഭിക്കും. ബാക്കി മണ്ണിൽ പൊട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ മണ്ണിളക്കി ശേഖരിക്കാവുന്നതാണ്. വിത്ത് മുളപ്പിച്ചും തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ജനുവരി ആദ്യ വാരത്തിൽ വിത്ത് പാകാം. വർഷകാലത്തിൻ്റെ തുടക്കത്തിൽ മുളപ്പിച്ച തൈകൾ മാറ്റി നടാവുന്നതാണ്. ഏകദേശം 35 സെൻറ്റിമീറ്റർ ഉയരത്തിൽ സ്ഥലത്തിൻ്റെ വിസ്തീർണത്തിനനുസരിച്ച് തടങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം 30 സെൻറ്റിമീറ്റർ അകലത്തിൽ തൈകൾ നടുക. ചാക്കുകളിൽ മണ്ണ് നിറച്ചും കൃഷി ചെയ്യാവുന്നതാണ്. ഇപ്രകാരം 1 ഹെക്ടർ സ്ഥലത്ത് ഏകദേശം 2 മുതൽ 2.5 ലക്ഷം വരെ തൈകൾ നടാവുന്നതാണ്. കാലാകാലങ്ങളിൽ കളകൾ മാറ്റുകയും മണ്ണ് ചെറുതായി ഇളക്കി കൊടുക്കുകയും വളപ്രയോഗം നടത്തുകയും ചെയ്യണം. ചാരം, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, നിലക്കടല പിണ്ണാക്ക്, മീൻവളം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. വിളവെടുപ്പ്. 10 മാസം മുതൽ 12 മാസം വരെ പ്രായമുള്ള ചെടികളാണ് വിളവെടുപ്പിന് അനുയോജ്യം.
പുൽത്തൈലം വാറ്റുന്നതിന് 15 മാസം മുതൽ 18 മാസം വരെ പ്രായമുള്ള ചെടികളിൽ നിന്ന് വേനൽക്കാലത്ത് വേരുകൾ ശേഖരിക്കാം. 1 കിലോ ഉണങ്ങിയ രാമച്ചത്തിന് 26 രൂപ വിലയുണ്ട്. 1 കിലോഗ്രാം പച്ചവേരിന് 35 രൂപ മുതൽ 50 രൂപ വരെ ലഭിക്കും. കൃഷിയിടങ്ങളിൽ ഒരു ഇടവിളയായി ഇത് ചെയ്താൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ആദായം ലഭിക്കും. തിപ്പലി. കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും തിപ്പലി കൃഷിക്ക് അനുയോജ്യമാണ്. ഭാഗികമായി മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. അതുകൊണ്ട് തിപ്പലി റബ്ബർ മരങ്ങളുടെ ഇടയിലും തെങ്ങിൻ്റെ ഇടയിലും നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന ഔഷധ സസ്യമാണ്. കൃഷിരീതി. കേരളത്തിലെ വനപ്രദേശങ്ങളിൽ വൻമരങ്ങളുടെ തണലിൽ തിപ്പലി സമൃദ്ധമായി വളരുന്നുണ്ട്. തിപ്പലിയുടെ തണ്ട് മുറിച്ചു വെച്ചാണ് വംശവർധന നടത്തുന്നത്. മുറിച്ച വള്ളികൾ 1-2 മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക വിധം പോളിത്തീൻ കവറുകളിൽ നട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം മാറ്റി നടുന്നതാണ് ഉത്തമം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായി കിളച്ച് കട്ടകൾ ഉടച്ച ശേഷം 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള തവാരണകൾ ഉണ്ടാകുന്നു. അതിൽ 2 അടി അകലത്തിൽ കുഴികൾ എടുക്കുക. ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടി ഇവ മണ്ണുമായി ഇളക്കിച്ചേർത്ത മിശ്രിതം കുഴികളിൽ ഇട്ട ശേഷം തൈകൾ നടാം. ജലസേചനവും വളപ്രയോഗവും നടത്തണം. ചാരം ചേർത്താൽ ഉൽപ്പാദനം വർദ്ധിക്കും. വിളവെടുപ്പ്. നട്ട് 6 മാസം കഴിയുമ്പോൾ തന്നെ നന്നായി പടർന്നു വളരാൻ തുടങ്ങുന്ന ചെടികളിൽ പൂക്കുലകൾ അഥവാ തിരികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. ഈ തിരികൾ പാകമാകുമ്പോൾ പറിച്ചെടുത്ത് വെയിലത്ത് ഉണക്കിയെടുക്കുക. ഉണക്കുമ്പോൾ കുമിളുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണങ്ങിയ തിരികൾ ഈർപ്പരഹിതമായ പാത്രങ്ങളിൽ സൂക്ഷിക്കാം. കായ്കൾ മൂപ്പെത്തുന്നതിനനുസരിച്ച് വർഷം മുഴുവനും തിപ്പലിയിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. ഏകദേശം 3 വർഷം വരെ തുടർച്ചയായി തിരി ലഭിക്കും. കറ്റാർ വാഴ. കറ്റാർ വാഴയ്ക്ക് ഏറ്റവും പറ്റിയ കാലാവസ്ഥ നല്ല വരണ്ട പ്രദേശമാണ്. മണ്ണ് ഫലഭൂയിഷ്ടമല്ലെങ്കിൽ പോലും ഈ ചെടി വളർത്താൻ സാധിക്കും. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും കൃഷി ചെയ്യാവുന്നതാണ്. 2 അടി സമചതുരത്തിലുള്ള കുഴികളിൽ ഉണങ്ങിയ ചാണകപ്പൊടിയും ഇലവളവും നിറച്ച് തൈകൾ നടണം. വളർന്ന ചെടിയുടെ ചുവട്ടിൽ നിന്നും കിളിർക്കുന്ന തൈകൾ ഉപയോഗിച്ചാണ് ഈ ചെടിയുടെ വംശവർധന. തൈകൾ തമ്മിൽ 2 മുതൽ 2.5 അടി വരെ അകലം വേണം. അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു ഔഷധ ചെടിയാണിത്. 6 മാസം പ്രായമായ ചെടികളിൽ നിന്നും അടിയിലുള്ള പോളകൾ മുറിച്ചു തുടങ്ങാം. വിളവെടുക്കുന്നതിനനുസരിച്ച് ജൈവവളം ചേർത്ത് മണ്ണ് കയറ്റി കൊടുക്കണം. ഇങ്ങനെ തുടർച്ചയായി 3 മുതൽ 4 വരെ വർഷം വിളവെടുക്കാവുന്നതാണ്. കരിങ്കുറിഞ്ഞി. തണ്ട് മുറിച്ച് നട്ടാണ് വംശവർധനവ് നടത്തുന്നത്. പോളിത്തീൻ കവറുകളിൽ തയ്യാറാക്കിയ തൈകൾ മഴ സമയത്ത് കൃഷിസ്ഥലങ്ങളിലേക്ക് മാറ്റി നടാം. നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കരിയിലവളം, ചാണക കമ്പോസ്റ്റ് ഇവ ചേർത്ത് മണ്ണിളക്കിയതിന് ശേഷം 80 സെൻറ്റിമീറ്റർ വീതി വരത്തക്ക വിധത്തിലുള്ള പണകൾ തയ്യാറാക്കുക. ഈ പണകളിൽ ഏകദേശം 1 അടി അകലത്തിൽ തൈകൾ നടാവുന്നതാണ്. ആവശ്യത്തിന് ജലസേചനം നടത്തുകയും 3 മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി, ചാരം ഇവ ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യാം. 1 വർഷം കഴിയുമ്പോൾ ഇവയുടെ വേരുകൾ ശേഖരിച്ചു തുടങ്ങാം. വേരുകൾ ഉണക്കി സൂക്ഷിക്കാം. ചിറ്റമൃത്. തണ്ട് മുറിച്ച് നട്ടാണ് ചിറ്റമൃത് വെച്ച് പിടിപ്പിക്കുന്നത്. നീർവാർച്ചയുള്ളതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണിൽ ചിറ്റമൃത് നന്നായി വളരുന്നു. കൃഷിസ്ഥലം നന്നായി ഉഴുതുമറിച്ച് ചാണകപ്പൊടി ചേർക്കണം. 1.5 അടി മുതൽ 2.5 അടി വരെ ഉയരത്തിലുള്ള തവാരണകളിൽ ചെറിയ കുഴികളെടുത്ത് തൈകൾ നടാം. തൈകൾ തമ്മിൽ 1.5 അടി അകലമെങ്കിലും ഉണ്ടായിരിക്കണം. തൈകൾ വള്ളി വീശുന്നതിനനുസരിച്ച് പന്തലിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ജലസേചനവും വളപ്രയോഗവും നടത്തണം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമായ ചെടിയിൽ നിന്നും തണ്ടുകൾ ശേഖരിക്കാം. തണ്ടുകൾ നിശ്ചിത നീളത്തിൽ മുറിച്ച് ഉണക്കി ഉപയോഗിക്കാം. അമൃതവള്ളി പച്ചയായും ഉപയോഗിക്കുന്നു. ഇഞ്ചി. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഏകദേശം 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും ഉണങ്ങിയതും ഒരു നല്ല മുകളമെങ്കിലും ഉള്ളതുമായ ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഏകദേശം 30 സെൻറ്റിമീറ്റർ ഉയരമുള്ള തവാരണകൾ തയ്യാറാക്കിയതിനു ശേഷം അതിൽ ചെറിയ കുഴികളെടുത്ത് ഇഞ്ചിയുടെ പ്രകന്ധങ്ങൾ പാകാം. കൃഷിസ്ഥലം ഉഴുത് തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിന് ഇലവളം, കാലിവളം ഇവ ചേർക്കുകയും ചെയ്യണം. കരിയിലകൾ കൊണ്ട് പുതയിട്ട് നനയ്ക്കണം. ഏകദേശം 6 മാസം പ്രായമായ ചെടികളിൽ നിന്നും പ്രകന്ധങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ ശേഖരിക്കാം. തൊലിയുള്ളതും തൊലി കളഞ്ഞുണക്കിയും ഉണക്കി പൊടിച്ചും പലവിധത്തിൽ ഇഞ്ചി ഉപയോഗിക്കാം. മഞ്ഞൾ. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സുഗന്ധവ്യഞ്ജന വിളയാണ് മഞ്ഞൾ. കേരളീയരുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഒരു പ്രധാന ചേരുവയാണ്. ചതുപ്പു സ്ഥലങ്ങളിൽ കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നു.
നീർവാർച്ചയുള്ളതും ജൈവാംശം അടങ്ങിയതുമായ മണ്ണാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യം. ഭൂഖണ്ഡങ്ങളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൃഷിസ്ഥലം ഉഴുത് മണ്ണ് നിരത്തണം. ഇതിൽ 1.5 മീറ്റർ വീതിയും 20 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ പൊക്കവുമുള്ള തവാരണകൾ ഉണ്ടാക്കുക. ഈ തവാരണകളിൽ ചെറിയ കുഴികളെടുത്ത് വിത്ത് മഞ്ഞൾ പാകണം. മഞ്ഞൾ നട്ടയുടൻ പച്ചില ഉപയോഗിച്ച് പുതയിടണം. ദിവസേന നനയ്ക്കുകയും വേണം. 1 മാസത്തിനകം തൈകൾ വളർന്നു തുടങ്ങുന്നു. 2 മാസത്തിലൊരിക്കൽ ജൈവവള പ്രയോഗം നടത്തണം. നട്ട് 7 മുതൽ 8 മാസങ്ങൾക്ക് ശേഷം ഇലകൾ കരിഞ്ഞു തുടങ്ങും. ഈ സമയത്ത് വിളവെടുപ്പ് നടത്താം. വിളവെടുത്ത മഞ്ഞൾ വെള്ളത്തിലിട്ട് വേവിച്ച് വാർത്തെടുത്തതിന് ശേഷം 5 മുതൽ 6 വരെ ദിവസം വൃത്തിയുള്ള സിമൻറ്റ് തറയിലിട്ട് ഉണക്കിയ ശേഷം വിപണനം നടത്താം. ശതാവരി. മണൽ കലർന്ന ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ശതാവരി നന്നായി വളരുന്നു. വിത്തുകൾ മുളപ്പിച്ചും കിഴങ്ങുകൾ നട്ടും തൈകൾ ഉൽപ്പാദിപ്പിക്കാം. വിത്തുകളുടെ ബീജാങ്കുരണ ശേഷി പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടുമെന്നതിനാൽ ശേഖരിച്ച് അധികം താമസിയാതെ തന്നെ പാകണം. 15 മുതൽ 20 വരെ ദിവസത്തിനുള്ളിൽ മിക്കവാറും എല്ലാ വിത്തുകളും മുളയ്ക്കുന്നു. 2 മാസം പ്രായമായ തൈകൾ കൃഷിസ്ഥലത്തേക്ക് മാറ്റാം. കൃഷിസ്ഥലം ചാണകപ്പൊടിയിട്ട് നന്നായി ഉഴുതുമറിച്ചതിനു ശേഷം കൂന കൂട്ടിയോ പണകൾ തയ്യാറാക്കിയോ തൈകൾ നട്ടുപിടിപ്പിക്കാം. ചെടികൾ തമ്മിൽ 1 മീറ്ററെങ്കിലും അകലം വേണം. നട്ട് 2 മാസം പ്രായമാകുമ്പോഴേക്കും വള്ളികൾ പടരാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഓരോ ചെടിക്കും താങ്ങുകമ്പുകൾ കുത്തിക്കൊടുക്കണം. ആവശ്യത്തിന് ജലസേചനവും വളപ്രയോഗവും നടത്തണം. നട്ട് 2 വർഷമാകുമ്പോഴേക്കും വിളവെടുക്കാം. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണിൽ 1 മീറ്റർ വരെ നീളത്തിലും 2.5 സെൻറ്റിമീറ്റർ വരെ വണ്ണത്തിലുമുള്ള കിഴങ്ങുകൾ ഉണ്ടാകുന്നു. കിഴങ്ങുകൾ പച്ചയായോ വെയിലിൽ ഉണക്കിയോ വിപണനം നടത്താം. കുറുന്തോട്ടി. നീർവാർച്ചയുള്ളതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണിൽ കുറുന്തോട്ടി നന്നായി വളരുന്നു. വിത്ത് പാകി തൈകൾ ഉൽപ്പാദിപ്പിക്കാം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ലതുപോലെ ഉഴുതുമറിച്ച് ചാണകപ്പൊടി ചേർത്ത് ഇളക്കണം. വിത്തുകൾ 4 ഇരട്ടി മണലുമായി കൂട്ടിച്ചേർത്ത് നേരിട്ട് കൃഷിസ്ഥലങ്ങളിലും വിത്ത് വിതറാം. 2 ആഴ്ചയ്ക്കകം എല്ലാ വിത്തുകളും മുളയ്ക്കുന്നു. പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല. വേനൽക്കാലങ്ങളിൽ ജലസേചനം ദിവസേന നടത്തണം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമായ ചെടികളിൽ നിന്നും വേരുകൾ ശേഖരിച്ചു തുടങ്ങാം. നിലവിലുള്ള നിരക്കനുസരിച്ച് 1 കിലോ ഉണക്കിയ കുറുന്തോട്ടി വേരിന് 15 മുതൽ 20 രൂപ വരെ വില ലഭിക്കും. കേരളത്തിൽ ഉപയോഗിക്കുന്ന കുറുന്തോട്ടി വേരിലധികവും സ്വാഭാവികാവാസ വ്യവസ്ഥകളിൽ നിന്നും ശേഖരിക്കുന്നതാണ്. നറുനീണ്ടി. പച്ച കലർന്ന ഇരുണ്ട് തവിട്ട് നിറമുള്ള നേർത്ത വള്ളിയോട് കൂടിയ ഒരു ബഹുവർഷ ഔഷധ സസ്യമാണ് നറുനീണ്ടി. ഇവയുടെ വേരുകൾ നേർത്ത കിഴങ്ങുപോലെ കട്ടിയുള്ളതും സുഗന്ധമുള്ളവയുമാണ്. കൃഷിരീതി. തണ്ടോടുകൂടി കിഴങ്ങുകൾ പോളിത്തീൻ കവറുകളിൽ വെച്ച് പിടിപ്പിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കാം. മൺകൂനകളിലോ തടങ്ങളെടുത്തോ കൃഷി ചെയ്യാം. മണൽ ചാക്കുകളിൽ നിറച്ചും കൃഷി ചെയ്യാം. നട്ട് 2 മാസം പ്രായമാകുമ്പോഴേക്കും വള്ളികൾ പടരാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഉയരമുള്ള കമ്പുകൾ ഓരോ ചെടിക്കും പ്രത്യേകം കുത്തിക്കൊടുക്കണം. 4 മാസത്തിലൊരിക്കൽ കളയെടുക്കുകയും ചാണകപ്പൊടി മേൽവളമായി ഇട്ട് മണ്ണ് കയറ്റി കൊടുക്കുകയും ചെയ്യണം. നട്ട് 1.5 വർഷമാകുമ്പോഴേക്കും വിളവെടുക്കാൻ പാകമാകും. വിളവെടുപ്പിന് മുമ്പ് കൃഷിസ്ഥലം നനച്ചു കുതിർക്കുന്നത് കിഴങ്ങുകൾ പൊട്ടാതെ പറിച്ചെടുക്കുന്നതിന് സഹായിക്കും. കിഴങ്ങുകൾ കഴുകി വൃത്തിയാക്കി പച്ചയായോ ഉണക്കിയോ വിപണനം നടത്താം. കിസാൻ വാണി സമാപിക്കുന്നു.